ഗാന്ധിജിയിലേക്ക് മടങ്ങൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യത്തിന് വളരെ പ്രസക്തമായ ഒരു കാലഘട്ടമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. ദേശീയ വെല്ലുവിളികൾ നേരിടുന്ന നമ്മുടെ രാജ്യം 1947 ഉണ്ടായ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്ക് ഇന്ന് ഇന്ത്യ രാജ്യം പോവുകയാണ്. അന്ന് ഇസ്ലാമിക രാഷ്ട്രവാദം ഉന്നയിച്ച് മുഹമ്മദ് അലി ജിന്ന നടത്തിയ പോരാട്ടത്തിന്റെ തിക്തഫലമാണ് ഇന്ന് നമ്മുടെ ദേശീയതയ്ക്ക് വെല്ലുവിളിയായിട്ടുള്ളത്. മതരാഷ്ട്രവാദികൾ എപ്പോഴും പാത്തും പതുങ്ങിയും അവരുടെ മത തീവ്രവാദം ശക്തിപ്പെടുത്തുകയും ഒരു മതരാഷ്ട്രവാദം ഒരു രാജ്യത്തിന് ആപൽക്കരമാകുന്നു എന്നുള്ളതിന്റെ തെളിവാണ് പാകിസ്ഥാന്റെ ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതി. സാമ്പത്തികമായി തകരുകയും ആഭ്യന്തരമായി തളരുകയും സൈനിക ബലത്താലല്ലാതെ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറി തീവ്രവാദികളുടെ കേന്ദ്രമായി പാകിസ്ഥാൻ മാറിയതിന്റെ തിക്ത അനുഭവമാണ് ഇന്ത്യ രാജ്യത്തോടുള്ള ശത്രുതാപരമായ നിലപാട്. അത് തീവ്രവാദികളെ ഉപയോഗിച്ച് ഇന്ത്യയെ തകർക്കാനുള്ള നീക്കവും ഇന്ത്യയിൽ ഇന്ന് ഭരിക്കുന്ന ഗവൺമെന്റ് ഒരു മതരാഷ്ട്രവാദികൾ എന്ന നിലയിലാണ് എന്നുള്ളത് കൊണ്ട് ഹിന്ദു ഇസ്ലാം വർഗീയതയായി ഇതിനെ ചിത്രീകരിക്കത്തക്ക രീതിയിൽ തീവ്രവാദികൾ മതം ചോദിച്ചും ജാതി ചോദിച്ചും അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ രക്ഷയില്ല എന്ന് വരുത്തി തീർക്കത്തക്ക രീതിയിൽ അപകടകരമായ രീതിയിൽ ഒരു ആക്രമം അഴിച്ചുവിട്ടത്. ഇത് നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി നേരിടണം. നമ്മുടെ രാജ്യത്തിന്റെ പൊതുശത്രുക്കൾ തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിൽ കക്ഷി രാഷ്ട്രീയമോ ജാതിയോ മതമോ ഉണ്ടാകരുത്. ദേശീയതയെ വെല്ലുവിളിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ ദേശീയത സംരക്ഷിക്കാൻ വേണ്ടി തന്റെ ജീവൻ നൽകിയ ഗാന്ധിജിയെയാണ് നാം ഓർക്കേണ്ടത്. ആ ഗാന്ധിജിയുടെ പ്രസക്തമായ ആശയങ്ങൾക്കാണ് നമ്മുടെ രാജ്യം കാതോർക്കേണ്ടത്. ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല, ഇന്ത്യൻ ഭരണകൂടത്തിന് പിന്തുണ നൽകുക എന്നുള്ളത് ഇന്ത്യൻ പൗരന്റെ കടമയാണ്. പകൽഗ്രാമിലുണ്ടായ തീവ്രവാദി ആക്രമം രാജ്യത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും, ഇന്ത്യയോട് മമതയുള്ള മുഴുവൻ ആളുകളും എതിർക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രാജ്യസ്നേഹം എന്നുള്ളത് ഇന്ത്യ എന്ന വികാരമുള്ള ഏതൊരു പൗരന്റെയും അവന്റെ ഹൃദയത്തിന്റെ രക്തത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരേണ്ടതാണ്. അതുകൊണ്ടാണ് ഗാന്ധിജി ഒരു ഹിന്ദുരാഷ്ട്രവാദം ഇന്ത്യയിൽ മുളപൊട്ടിയപ്പോൾ ഈ രാജ്യം ഒരു മതേതര രാജ്യമായിരിക്കണം, ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ രാജ്യത്തിന് ഒരു പ്രസക്തി ഉണ്ടാകുന്നതിന് സാഹചര്യമൊരുക്കിയ മതേതരത്വം എന്ന വാക്കിന് ഇന്ന് ലോകത്ത് വളരെ പ്രസക്തിയുണ്ട്. അതുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ ഇന്ത്യയോടൊപ്പം നിൽക്കാൻ തയ്യാറാകുന്നത്. ഇന്ത്യ അനുവർത്തിച്ചിട്ടുള്ള ചേരിചേരാ നയങ്ങൾ
പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ ഇന്ത്യയിലെ പല പ്രധാനമന്ത്രിമാരും സ്വീകരിച്ചിട്ടുള്ള ദേശീയ നിലപാടുകൾ, ആ നിലപാടുകളെല്ലാം തന്നെ ഗാന്ധിയൻ ആദർശങ്ങളിൽ നിന്നുകൊണ്ടായിരുന്നു എന്നുള്ളത് ഒരു പരമസത്യമാണ്. എന്നാൽ ഇപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും ദേശീയതയെ വെല്ലുവിളിക്കുന്ന ചില പരാമർശങ്ങൾ നമ്മുടെ ഭരണാധിപന്മാരുടെ വാക്കുകളിൽ ഉണ്ടാകുന്നത് തികച്ചും വേദനാജനകമാണ്. നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും മുസ്ലിംസ് ആയാലും അവരെല്ലാം ഇന്ത്യയുടെ മക്കളാണ്, ഏകോദര സഹോദരങ്ങളാണ്. അവർ ഇന്ത്യയിൽ സുരക്ഷിതമായി ജീവിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് മറ്റു രാജ്യങ്ങളിലുള്ളവർക്ക് ഇന്ത്യയിലെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും സുരക്ഷിതത്വം ഉറപ്പു നൽകുന്ന ഒരു ഗവൺമെന്റാണ് ഇന്ത്യയിലുള്ളത് എന്ന് ബോധ്യപ്പെടുത്തേണ്ടതും ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ദേശീയതയ്ക്ക് വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിൽ ഒരു ആഭ്യന്തര വെല്ലുവിളിയിലേക്ക് രാജ്യത്തെ കൊണ്ടുചെന്നെത്തിക്കാതെ ഭരണാധിപന്മാർ അവരുടെ ഈ സാഹചര്യങ്ങളെ മനസ്സിലാക്കി വിവേകപൂർവം ഉയരേണ്ടത് രാഷ്ട്രീയ മൂല്യബോധത്തിൽ ഉയർന്ന ചിന്തകൾ, രാജ്യസ്നേഹം, രാജ്യതാൽപര്യം മുൻനിർത്തി അവർ ഉയർന്നു വരണം എന്നാണ് ഞങ്ങൾക്ക് ഈ വിഷയവുമായി മുന്നോട്ട് വയ്ക്കുവാനുള്ളത്.